Hello friends, good morning. Welcome to my channel Art with Sadija. രാവിലെ തന്നെയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഫസ്റ്റ് ടൈമാണ് കർണാടകയുടെ ഫുട്ബോൾ ക്ലബിൻ്റെ സ്റ്റേഡിയത്തിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ വഴിയൊക്കെ തേടി കണ്ടുപിടിച്ച് അവിടെ എത്തി. ഒരിത്തിരി ലേറ്റായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റേഡിയത്തിൽ കുട്ടികളുടെ കളിയാണ്. 4 കളി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 4 അറ്റ് എ ടൈം 4 മാച്ചായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. മാച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങളെത്തി. ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു പടം വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഉച്ചയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഓർത്തത് ഇവർക്ക് ഒന്നും കൊടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കൊടുക്കേണ്ട പോയി, മറന്നുപോയി. അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അവർ അതൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാകുന്നു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വാമപ്പ് പ്രാക്ടീസാണ് ആദ്യം. വാമപ്പ് പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് മിക്കവാറും ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏറ്റവും എളുപ്പത്തിന് എപ്പോൾ വേണേലും ചെയ്യാവുന്ന കാര്യം ഇങ്ങനെ ഒരു ഡബിൾ ലൂപ്പ് ആണ് നമുക്ക് ഈസി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വാമപ്പ് പ്രാക്ടീസാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇന്ന് ലൈൻസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലൈൻസിൻ്റെ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും സ്ലാൻഡിങ് ലൈനും ഒക്കെയാണ് ഇന്ന് ഞാൻ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡ്രോയിങ് ആണെങ്കിലും ആ ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്ന് ഞാനിപ്പോൾ കൂടുതൽ ലൈൻസ് എടുക്കുന്നത് വെച്ചാൽ കൂടുതലും ഒരു ലോട്ടസാണ് ഞാൻ പടക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോട്ടസിൻ്റെ അകത്ത് കൂടുതൽ ലൈൻസ് വരുന്നുണ്ട്. നല്ലപോലെ വാട്ടർ കളറിലാണ് അത് ചെയ്യണത്. അപ്പോൾ അത് കാരണം ലൈൻസ് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യാമെന്നങ്ങനെ വിചാരിച്ചു. ആദ്യം വിചാരിച്ചൊരു ചെറിയതായിരിക്കും കേട്ടോ, പക്ഷേ ഒരിത്തിരി ലെങ്തി ആയിപ്പോയി. പക്ഷേ ഞാനത് ഇച്ചിരി ചെറുതാക്കിയിട്ടാണ് വീഡിയോ ആക്കിയിരിക്കുന്നത്. പക്ഷെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പടം വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ് എങ്കിൽ ഇപ്പോൾ എന്തും ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പോൾ എനിക്ക് വരയ്ക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. എന്തിന് ചെറിയ ചെറിയ പടങ്ങൾ വരയ്ക്കണമെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ലൈൻസും ഷേപ്സും ഒക്കെ ജസ്റ്റ് വെറുതെ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പടത്തിലേക്ക് എത്താൻ ഒരു പാടും ഉണ്ടാവില്ല. അടുത്ത് നമ്മൾ സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാമപ്പ് എക്സസൈസ് കഴിഞ്ഞ ഉടനെ നമുക്ക് സ്കെച്ചിങ്ങിലേക്ക് കയറാം കേട്ടോ. ഞാൻ ഫസ്റ്റിൽ സ്കെച്ചിങ് എടുത്തു. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ചിത്രപ്പട്ടിൻ്റെയാണ്. ചിത്രപ്പട്ട് ഇത്തിരി കോസ്റ്റ്ലിയാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല പേപ്പറാണ്. വാട്ടർ കളറിന് എനിക്കിഷ്ടമായി. കാര്യം നല്ലപോലെ വെള്ളം എടുക്കുകയും ചെയ്യും. നല്ലപോലെ ബ്ലെൻഡായി അടിപൊളിയായിട്ട് കിട്ടുന്നൊരു പേപ്പറാണ്. ചെയ്യാൻ നമുക്കൊത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു പേപ്പറാണ്. ഞാൻ മിക്കവാറും ചെയ്യുന്ന ചിത്രപ്പട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നൊരു ലോട്ടസിൻ്റെ പടമാണ് ഞാൻ വരയ്ക്കാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കെച്ചിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളറ് ക്രിംസൺ ആണ്. പിന്നെ സാപ്പ് ഗ്രീനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സാപ്പ് ഗ്രീൻ ഈ ലീവ്സിനൊക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ. മെയിനായിട്ട് ലീവ്സിന് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കളറാണ് സാപ്പ് ഗ്രീൻ. പിന്നെ ക്രിംസണിലേക്ക് നമ്മുടെ ഈ ലോട്ടസിന് പറ്റിയ നല്ലൊരു കളറാണ്. ഇതിൻ്റെ അത് കുറച്ച് യെല്ലോ കളർ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബേൺസീന് യൂസ് ചെയ്തിട്ടുണ്ട്. ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫസ്റ്റ് വാഷ് ചെയ്ത് ലൈറ്റ് ലെയർ യൂസ് ചെയ്ത് അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്.
thinking about myself today, thinking how I changed, how I really don't care if you are here or if you don't stay. Now I'm feeling those winter blues, but I don't wanna cry. All we ever do is laugh it off, and I'm sick and I don't know why. Do you remember that night we met? I thought you looked so fine. Guess we have to agree to disagree for this one last time. Pretty weird that day when we did not exchange our hellos. I wasn't looking out for you, I'm sorry, I'm so shallow. But I'm still looking forward to watching part 2 of Deathly Hallows with you. Much at all here in this small town, 'cause in the end we're all buried deep inside the same hole in the ground. ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾക്ക് ഇനിയും കാണാം കേട്ടോ. താങ്ക് യു. ബൈ.